നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ആദി മലയാളത്തിൻ്റെ 6ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഭാഷാ സീരീസിൻ്റെ തുടർച്ചയിൽ പെടുന്ന ഒരു വിഷയമാണ്. എന്താണ്, എങ്ങനെയാണ്, എന്തിനാണ് മലയാളം അക്ഷരമാല? മലയാളികളായ എല്ലാവരും അംഗനവാടിയിൽ പഠിക്കുന്ന കാലം തൊട്ട് കൃത്യമായിട്ട് എണ്ണിപ്പെറുക്കി പഠിക്കുന്നതാണ് മലയാള അക്ഷരമാല. തെറ്റിച്ചതിനൊക്കെ എത്ര തല്ലാണല്ലേ ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ടാവുക. മലയാള അക്ഷരമാല പഠിക്കുന്നുണ്ടാകുമെങ്കിലും ഇതെന്താ ഇങ്ങനെ വന്നത് എന്നോ, ഏത് വിധത്തിലാണ് ഇത് അടുക്കി പെറുക്കിയിരിക്കുന്നതെന്നോ, അല്ലെങ്കിൽ എന്തിനാണ് അക്ഷരമാല എന്നോ തന്നെ നമ്മൾ ആലോചിച്ചിരിക്കാൻ വഴിയില്ല. അപ്പൊ അത്തരം കാര്യങ്ങൾക്കുള്ള ഒരു ചെറിയ വിശദീകരണം എന്ന് ഇന്നത്തെ ഭാഗത്തിനെ നമുക്ക് വിലയിരുത്താം. ഏതായാലും മലയാള ഭാഷയ്ക്ക് മാത്രമാണ് അക്ഷരമാല ഉള്ളത് എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും നമുക്ക് ആർക്കും ഇല്ലല്ലോ. മിക്കവാറും എല്ലാ ഭാഷകളും നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ ഭാഷകളുടെയും അടിസ്ഥാനം തൊട്ടൻ നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അക്ഷരമാല നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ഭാഷയ്ക്കും പ്രത്യേകമായ അക്ഷരമാലകൾ ഉണ്ടാകുന്നത്? ശരിക്കും പറഞ്ഞാല് മനുഷ്യൻ അവന്റെ തൊണ്ട ഉപയോഗിച്ച് ഒരുപാട് തരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയുന്ന എല്ലാ ശബ്ദങ്ങളും എല്ലാ ഭാഷയിലും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഓരോ ഭാഷയുടെയും പരിണാമത്തിന്റെ രീതി അനുസരിച്ച്, ഉണ്ടായി വന്ന രീതി അനുസരിച്ച്, ഉപയോഗിക്കുന്ന രീതി അനുസരിച്ച് എല്ലാ തരം ശബ്ദങ്ങളും ആ ഭാഷ പറയാൻ ആവശ്യമായി വരില്ല. എന്നാൽ ഒരു ഭാഷയ്ക്ക് ആവശ്യമായി വരുന്ന ഏറ്റവും ചെറിയ ശബ്ദങ്ങളെയാണ് നമ്മൾ വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. മലയാളത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ക, ബ, ത, പ, ആ, ഇ, ഈ ഇതൊക്കെയും നമ്മുടെ ഭാഷ പറയാനുള്ള നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള ചില വർണ്ണങ്ങളാണ് എന്ന് പറയാം. ഇപ്പൊ മലയാളത്തില് പറ എന്ന് പറയേണ്ടതിന് പകരം നമ്മൾ പത എന്ന് പറഞ്ഞാൽ, അതായത് റ എന്ന് പറയുന്ന അക്ഷരം പറയേണ്ടതിന് പകരം ത എന്ന് പറയുന്ന അക്ഷരം പറഞ്ഞാൽ അവിടെ അർത്ഥം മാറിപ്പോകും അല്ലെ. രണ്ട് വ്യത്യസ്ത സംഗതികളായിട്ട് തന്നെ മാറിപ്പോകും. അങ്ങനെ അർത്ഥ വ്യത്യാസം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഭാഷയിലെ, അതൊരു പ്രത്യേക ഭാഷ എടുത്തു കഴിഞ്ഞാൽ ആ ഭാഷയിലെ അർത്ഥ വ്യത്യാസം ഉണ്ടാക്കാൻ കഴിയുന്ന, ഇനി വിഭജിക്കാൻ പറ്റില്ല എന്നുള്ള തരത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകങ്ങളെയാണ് നമ്മൾ വർണ്ണങ്ങൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഓരോ ഭാഷയിലും നിരന്തരമായി ഉപയോഗിക്കുന്ന, അഥവാ എപ്പോഴും ഉപയോഗിക്കുന്ന, ആവർത്തിച്ചുപയോഗിക്കുന്ന വർണ്ണങ്ങളെ പല രീതിയിൽ കൂട്ടി അടുക്കി വെക്കാറുണ്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി. അങ്ങനെ മലയാളം അതിനെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത്, ഒന്നിച്ചാക്കി വെച്ചിരിക്കുന്നത് വർണ്ണങ്ങൾ എന്ന രൂപത്തിലല്ല, അക്ഷരങ്ങൾ എന്ന രൂപത്തിലാണ്. ഈ നിരന്തരം ആവർത്തിക്കുന്ന അക്ഷരങ്ങളുടെ കൂട്ടത്തെ മലയാള ഭാഷയിൽ നമ്മൾ പറയുന്നതാണ് അക്ഷരമാല എന്ന്. അപ്പോൾ എന്താണ് ഈ വർണ്ണവും അക്ഷരവും തമ്മിലുള്ള വ്യത്യാസം? വർണ്ണം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, വിഭജിക്കാൻ പറ്റാത്ത അടിസ്ഥാന യൂണിറ്റ് ആണ് ഒരു ഭാഷയിലെ. മലയാളത്തിന്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ വർണ്ണങ്ങൾക്ക് ത്, പ്, ബ് എന്നൊക്കെയാണല്ലോ അല്ലെ. പക്ഷെ മലയാളത്തിലെ അക്ഷരങ്ങൾ എങ്ങനെയാണ് നമ്മൾ പറയാ? ക, ത, പ, ഖ, ഗ, ഞ, ച അല്ലെ. ഇങ്ങനെയാണ് നമ്മൾ പറയാ. എന്താ ഇതിന്റെ വ്യത്യാസം? ക എന്ന് പറയുമ്പോഴും ക എന്ന് പറയുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ്? ഒരു അധിക ശബ്ദം ക എന്ന് പറയുന്ന ശബ്ദത്തിനോടൊപ്പം നമ്മൾ ആ എന്ന് പറയുന്ന ഒരു ശബ്ദം ചേർത്തിട്ടുണ്ട് അല്ലെ. അങ്ങനെ മലയാളം അക്ഷരമാല എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് എല്ലാ ശബ്ദങ്ങൾക്കുമൊപ്പം, വ്യഞ്ജനങ്ങളായ എല്ലാ ശബ്ദങ്ങൾക്കുമൊപ്പം ഡിഫോൾട്ടായി ആ ശബ്ദം ചേർത്ത വിധം തയ്യാറാക്കിയിരിക്കുന്നതാണ് നമ്മുടെ അക്ഷരമാല. എല്ലാ വർണ്ണങ്ങളിലും സ്വരങ്ങളുമുണ്ട്, വ്യഞ്ജനങ്ങളുമുണ്ട്. എന്താണ് സ്വരം? എന്താണ് വ്യഞ്ജനം? സ്വരം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ സ്വരാക്ഷരം എന്ന് പറയാറുണ്ട് അല്ലെ. സ്വരം എന്ന് പറഞ്ഞാല് സ്വന്തമായിട്ട് നിലനിൽപ്പുള്ള ശബ്ദങ്ങളാണ്. വേറെ ആരെയും ആശ്രയിക്കേണ്ടാത്ത വിധം സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റുന്ന അടിസ്ഥാന ശബ്ദത്തിനെയാണ് നമ്മൾ സ്വരം എന്ന് പറയാം. പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ലാതെ നമ്മുടെ ശ്വാസനാളം വഴി ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ശബ്ദങ്ങളാണ്. ഇപ്പോൾ ആ എന്ന് പറഞ്ഞാൽ, ആ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഉ എന്ന് പറഞ്ഞാൽ, എ എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ലാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് വായു ഇങ്ങനെ സ്വതന്ത്രമായി പ്രവഹിക്കുകയും പുറത്തേക്ക് വരികയും അങ്ങനെ ഈ ശബ്ദം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് പറയാൻ വേറെ ആരുടെയും നമുക്ക് സഹായമൊന്നും വേണ്ട. മാത്രമല്ല ഇതിനെ ഇനി ചെറുതാക്കാൻ കഴിയുകയുമില്ല. ഇതാണ് സ്വരങ്ങൾ. ഇനി വ്യഞ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വരങ്ങളുടെ
സാന്നിധ്യത്തിൽ മാത്രം നിലനിൽപ്പുള്ള സംഗതികളാണ്. കാര്യം ക അല്ലെങ്കിൽ ബ എന്ന് പറയുമ്പോൾ അതിനൊരു പൂർണ്ണതയില്ല, പറച്ചിൽ ഇങ്ങനെ ഒതുക്കി പിടിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ക എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ കി എന്ന് പറയുമ്പോഴോ, കാര്യം നമ്മൾ ക എന്ന് പറയുന്ന ശബ്ദത്തിന്റെ കൂടെ ഒരു സ്വരമായിട്ടുള്ള ആ ചേർക്കുന്നു, അല്ലെങ്കിൽ ക എന്ന് പറയുന്ന ശബ്ദത്തിന്റെ കൂടെ മറ്റൊരു സ്വരമായിട്ടുള്ള ഈ ചേർക്കുന്നു. അപ്പോഴാണ് അതിനൊരു പരിപൂർണത വരുന്നത് അല്ലേ. അങ്ങനെ ഇനി അടിസ്ഥാനപരമായി ഇനി വിഭജിക്കാൻ കഴിയില്ല, പക്ഷെ സ്വതന്ത്രമായി നിലനിൽപ്പില്ല. ഇപ്പൊ ഈ പറഞ്ഞു വരുന്ന നമ്മുടെ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന വഴിക്ക് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ശ്വാസത്തിനൊന്ന് ഞെക്കി പിടിച്ചിട്ടാണ് നമ്മൾ വ്യഞ്ജനങ്ങളെ ഉച്ചരിക്കാറുള്ളത്. മലയാള അക്ഷരമാലയുടെ കാര്യം എടുക്കാം. മലയാള അക്ഷരമാലയിൽ തോന്നിയവാസം അങ്ങനെ വെറുതെ കുറെ അക്ഷരങ്ങൾ പെറുക്കി കൂട്ടി വെച്ചിരിക്കുന്നതല്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. അതിനൊരു കൃത്യമായ ഓർഡർ ഉണ്ട്. ആ ഓർഡർ എന്താണ്? ആദ്യം നമ്മൾ സ്വരാക്ഷരങ്ങൾ എഴുതണു, പിന്നെ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതണു. വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതുന്നത് പോലും ഒരു പ്രത്യേക ഓർഡറിലാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. അതൊക്കെ നമുക്ക് കുറച്ച് വിശദമായിട്ട് പറയേണ്ടതുള്ളത് കൊണ്ട് മറ്റു വീഡിയോയിൽ സംസാരിക്കാം. എങ്കിലും അതിൻ്റെ ഒരു രൂപരേഖ ഇതാണ്: ആദ്യം സ്വരം, പിന്നീട് വ്യഞ്ജനം, വ്യഞ്ജനം തന്നെ കൃത്യമായ രൂപരേഖയിൽ അടുക്കി പെറുക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ സ്വരങ്ങൾ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന, മിക്കവാറും നമുക്ക് ആവശ്യം വേണ്ടി വരുന്ന സ്വരങ്ങൾ. ആ മുതൽ അ, ആ, ഇ, ഈ, ഉ, ഊ, ഇർ, എ, ഐ, ഓ, ഔ, അം, അ. പിന്നെ നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങളുടെ പട്ടികയിൽ നമ്മൾ എവിടെ തൊട്ടാ പറയാം? സാധാരണ നമ്മൾ പറയും ഇങ്ങനെ കായ്ക്ക, ഗായ്ക്കങ്ങ, ചായ്ച്ച, ജായ്ച്ച. അതങ്ങനെയല്ല പറയേണ്ടതെന്ന് അറിയാലോ അല്ലെ. ക, ഖ, ഗ, ഖ, ങ, ച, ഛ, ജ, ഛ, ഞ, ട, ഠ, ഡ, ഠ, ണ, ത, ഥ, ദ, ഥ, ന, പ, ഫ, ബ, ഭ, മ, യ, ര, ല, വ, ശ, ഷ, സ, ഹ, ള, ഴ, റ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ മലയാളത്തിന്റെ അക്ഷരമാല. അപ്പൊ നിങ്ങളിത് എടുത്തു നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും എല്ലാ വ്യഞ്ജന ശബ്ദങ്ങൾക്കുമൊപ്പം ഡിഫോൾട്ടായിട്ട് നമുക്ക് ആ ശബ്ദം ഉണ്ട് എന്നുള്ളത്. നമ്മൾ മലയാളത്തിൽ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് ശരിക്കും നമ്മൾ ഈ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പൊ കി എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? കാ എഴുതിയിട്ട് ഈ എഴുതുകയാണോ ചെയ്യാം? അല്ലല്ലേ, നമ്മൾ കാ എഴുതിയിട്ട് ഇങ്ങനൊരു വള്ളി ഇടുകയാണ് ചെയ്യുക. അപ്പോൾ ഈ വള്ളി ഇടുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ക അല്ല എന്നറിയിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ അകാരമില്ല എന്നറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇകാരത്തിൻ്റെ ചിഹ്നം ഇടുന്നത്. കാരണം അക്ഷരമാലയിൽ സ്വതവേ സ്വാഭാവികമായി നമ്മൾ അതിനെ ഒരുക്കി വെച്ചിരിക്കുന്നത് ആ ശബ്ദത്തിൻ്റെ ഒരു നിരയിലാണെന്ന് നമുക്ക് പറയാം. ഇത്രയും അറിഞ്ഞെന്ന് കരുതി നമുക്ക് മലയാളം എഴുതാൻ അറിയാമെന്നാണോ അതിൻ്റെ അർത്ഥം? ഉറപ്പായിട്ടും അല്ല അല്ലേ. നമുക്ക് സ്വരങ്ങളും വ്യഞ്ജനങ്ങളും അറിയാമെങ്കിലും ചിഹ്നങ്ങൾ അറിയില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എഴുതാൻ പറ്റില്ല. അതായത് നമ്മൾ ഓരോ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനങ്ങൾക്കൊപ്പം വരുമ്പോൾ എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടത് എന്ന് നോക്കിയാൽ ചിഹ്നങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ അതിനെ എഴുതാം. അതായത് കിളി എന്ന് എഴുതണമെങ്കിൽ നമ്മൾ കാ എഴുതി, ഈ എഴുതി, ള എഴുതി, വീണ്ടും ഈ എഴുതുക അല്ല ചെയ്യുന്നത്. ഈ ശബ്ദത്തിന് പകരം നമ്മളൊരു ചിഹ്നം, ഇങ്ങനെ ഒരു ചിഹ്നം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ചിഹ്നങ്ങളുടെ ഒരു സഞ്ചയമുണ്ട്. അതും കൂടി ചേർന്നിട്ടുണ്ടെങ്കിലേ മലയാളം എഴുത്തിന് നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ശുദ്ധവ്യഞ്ജനങ്ങൾ എന്ന് പറയുന്ന സംഗതികൾ, അതായത് നമ്മൾ പറഞ്ഞല്ലോ ആ ചേരാത്ത, എന്നാൽ മലയാളത്തിൽ നമ്മൾ ആ ചേർത്താണ് എല്ലാം എഴുതുന്നെങ്കിലും ആ ചേർന്നില്ലെങ്കിൽ എങ്ങനെയുണ്ടാകും ചില ശബ്ദങ്ങൾ? ക, ബ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അങ്ങനെ നമ്മൾ മലയാളത്തിൽ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ചില ശുദ്ധ വ്യഞ്ജനങ്ങളാണ്. അതിലൊരു 4-5 നമ്മൾ പ്രത്യേകം എടുത്ത് മാറ്റി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ചില്ലുകൾ എന്ന് പറയുന്നത്. അതിനൊരു പൂർണ്ണമായ അക്ഷര പദവിയില്ല, അത് പൂർണ്ണമായിട്ടുള്ള ഒരു അക്ഷരമല്ല, മറിച്ച് അതൊരു ഒരു ശുദ്ധവ്യഞ്ജനത്തിൻ്റെ ഒരു പകർപ്പാണെന്ന് നമുക്ക് പറയാം. അപ്പം നമുക്ക് സ്വരാക്ഷരങ്ങളായി, വ്യഞ്ജനാക്ഷരങ്ങളായി, ചില്ലുകളായി, ചിഹ്നങ്ങളായി, പിന്നെ അനുസ്വാരവും വിസർഗവും കൂടി ചേരുന്നതാണ് മലയാളത്തിൻ്റെ മൊത്തം. നമുക്ക് മലയാളം എഴുതണമെങ്കിൽ ഇത്രയും സാധനങ്ങൾ മൊത്തത്തിൽ അറിഞ്ഞിരിക്കണം. ഇത് കൂടാതെ ഒരു സംഗതി കൂടിയുണ്ട്, കൂട്ടക്ഷരങ്ങൾ. ചില പ്രത്യേക അക്ഷരങ്ങൾ അടുത്തടുത്ത് വന്നാൽ നമ്മൾ അതിനെ പ്രത്യേകം എഴുതുന്നതിന് പകരം ഒറ്റ ലിപിയായിട്ട് എഴുതും. അപ്പൊ ഇത്രയും സംഗതികൾ ചേരുന്നതാണ് മലയാളത്തിന്റെ ലിപി എന്ന് പറയുന്നത്. അപ്പൊ ഈ ലിപി ചെറിയൊരു കാര്യമല്ല. ഒറ്റ ദിവസം കൊണ്ട് പൊട്ടിമുളച്ചുണ്ടായി വന്ന് ഇന്ന് നാളെ തൊട്ട് നമുക്ക് മലയാളം ഇങ്ങനെ എഴുതി കളയാം എന്ന് തീരുമാനിച്ചുണ്ടായി വന്നിട്ടുള്ളതല്ല മലയാളത്തിന്റെ ലിപി. മലയാളത്തിന്റെ എന്നല്ല, ഒരു ഭാഷയുടെയും ലിപി ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായി വന്നതല്ല, ഒരുപാട് വലിയ മാറ്റത്തിന്റെ ഭാഗമാണ്. അപ്പൊ എങ്ങനെയാണ് മലയാളത്തിന്റെ ലിപി പരിണമിച്ച് ഈ ഘട്ടം വരെ എത്തിയത്? എങ്ങനെയാണ് ഇതാണ് മലയാളം ലിപി എന്ന് പറയാൻ കഴിയുന്നിടത്തേക്ക് നമ്മൾ എത്തിയത്? അത് നമുക്ക് തുടർന്നൊരു വീഡിയോയിൽ തൊട്ട്
അടുത്ത് വരാൻ പോകുന്ന ഒരു വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കാവുന്നതാണ്. അപ്പം ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ അത്യാവശ്യം വ്യക്തമായി എന്നുള്ള ഒരു ധാരണയിൽ തൽക്കാലം നമുക്കിവിടെ നിർത്താം. അപ്പോൾ ഒപ്പം പഠിക്കാം, ഒപ്പം വളരാം. നിങ്ങൾ ചാനൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നവർക്കും നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് ഇന്ന് പറയാനുള്ളത്. ഇനി അടുത്ത വീഡിയോ പെട്ടെന്നുണ്ടാകും. അതുവരെ നന്ദി, നമസ്കാരം.